എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്നുള്ള വളരെ മനോഹരമായൊരു പുസ്തകത്തെ പറ്റിയാണ്. വളരെ ചെറിയൊരു പുസ്തകമാണ്. ലൈബ്രറി മൈൻഡ് സെറ്റാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു 100-102 പേജ് ഇത് ടോട്ടലുള്ളൂ. ഇതിൽ പക്ഷേങ്കിൽ അത്രയേ ഉള്ളൂ എങ്കിലും എല്ലാം ഓരോ ലെസൺസും കുറച്ച് മാത്രമേ 2 പേജ് 3 പേജൊക്കെ ഉള്ളൂ എങ്കിലും എല്ലാം എന്താണ് ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം ഒരു 1.5 ലെസൺസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പൗളോ കൊയ്ലോൻ്റെ വളരെ മനോഹരമായൊരു കോട്ടോട് കൂടിയാണ്. One day you will wake up and there won't be any more time to do the things you have always wanted. ഡു ഇറ്റ് നൗ. അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇനി ഒരുപാട് സമയങ്ങളൊന്നും ബാക്കിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുക്ക് 2 ഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പാർട്ട് 1 മൈൻഡ് സെറ്റ്, പാർട്ട് 2 ടിപ്സ് ആൻഡ് ടെക്നിക്സ് എന്നുള്ള ഇതിലാണ്. ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ ഒരു 80 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ചില റിഗ്രറ്റ്സുകൾ ഉണ്ടാകും എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട റിഗ്രറ്റ്സ് എന്ന് പറയുന്നത് നോട്ട് ഡൂയിങ് വാട്ട് യു ലവ്. നമുക്ക് എന്താണോ ഇഷ്ടം അത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ബീയിങ് ലേസി ആൻഡ് വേസ്റ്റിംഗ് യുവർ ടൈം, നോട്ട് സ്പെൻഡിങ് മോർ ടൈം വിത്ത് യുവർ ഫാമിലി, നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, വർക്കിംഗ് ഹാർഡ് ഫോർ നത്തിങ് ഇൻ റിട്ടേൺ ആൻഡ് നോട്ട് ട്രാവലിംഗ് വെൻ യു ആർ യങ്, നോട്ട് എൻജോയിങ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഇപ്പോൾ പിന്നീട് പറയുന്നത് പെർഫെക്റ്റ് മൊമെൻറ്റ്, അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇന്നാകട്ടെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്ന് അമാവാസിയാണ്, ഇന്ന് രാഹുവാണ്, ഇപ്പം ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ നമ്മളോട് ഈ ഒരു പുസ്തകം നമ്മളോട് പറയുന്നത് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് ടൈം നമ്മളോട് പറയും. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നൊരു സംഭവമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് പാർട്ട് 1 മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ ഇതിൽ പറയുന്നത് വളരെ മനോഹരമായത്, ഇഫ് യു സ്പെൻഡ് യുവർ ടൈം ചേസിങ് ബട്ടർഫ്ലൈസ് ദേ വിൽ ഫ്ലൈ അവേ, ബട്ട് ഇഫ് യു സ്പെൻഡ് ടൈം മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ദ ബട്ടർഫ്ലൈസ് വിൽ കം. നിങ്ങൾ ഒരു പൂമ്പാറ്റയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ആ പൂമ്പാറ്റ പറന്നു പോകും അല്ലേ, അതിന്. പക്ഷെ നിങ്ങളൊരു മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയാണെങ്കിൽ പൂമ്പാറ്റ എന്ത് ചെയ്യും? ആ പൂന്തോട്ടത്തിലേക്ക് വരും. അപ്പോൾ ഡോണ്ട് ചേസ്, അട്രാക്റ്റ് എന്ന് പറയും. നമ്മൾ ഒന്നിനെയും ചേസ് ചെയ്യല്ല വേണ്ടത്, നമ്മളതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നു. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം, ഹാർഷ് ട്രൂത്ത്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത് നിങ്ങളൊരു മടിയനാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇറ്റ്സ് യുവർ ഫോൾട്ട് ഇഫ് യു ആർ എ അൺഹാപ്പി. നിങ്ങളൊരു അൺഹാപ്പി ആണെങ്കിലും അതും നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇഫ് യു ആർ എ പ്രൊക്രാസ്റ്റിനേറ്റർ, നിങ്ങളെല്ലാം മാറ്റിവെക്കുന്ന സ്വഭാവമുള്ളതാണെങ്കിൽ അതും നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ടൈം ഒന്നും സംഭവമില്ല. ഉണ്ടായിരുന്നു പെർഫെക്റ്റ് ടൈം, അത് 20 വർഷം മുമ്പായിരുന്നു ഇതുപോലുള്ള ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന മിസ്റ്റേക്സ് ആർ നോട്ട് ആസ് ബാഡ് ആസ് യു തിങ്ക്. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് തെറ്റുകൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത്ര മോശപ്പെട്ട കാര്യമല്ല എന്ന് പറയുന്നു. ഇതിൽ നമ്മളോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ തെറ്റുകളെ അമിതമായി സ്നേഹിക്കാനും പാടില്ല, വെറുക്കാനും പാടില്ല. തെറ്റുകളെ സ്നേഹിച്ചാൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ത്വരയുണ്ടാകും അല്ലേ. ആ തെറ്റുകളെ നമ്മൾ സ്നേഹിക്കാനും പാടില്ല, അതിനധികം വെറുക്കാനും പാടില്ല. വെറുത്താലുള്ള പ്രശ്നം നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. അനാവശ്യമായ ടെൻഷൻസ്, ഓവർ തിങ്കിങ്, അയ്യോ ഞാനത് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. അപ്പം അമിതമായി അതിനെ സ്നേഹിക്കാനും പാടില്ല, വെറുക്കാനും പാടില്ല. ഈ രണ്ടിൻ്റെയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്സുകൾ ചെയ്യാതിരിക്കാൻ നമ്മളെ ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു. ഒരാൾ നിങ്ങളെ വന്നിട്ട് സേവ് ചെയ്യൂല, നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ ദ 3 ടൈപ്സ് ഓഫ് പീപ്പിളെ പറ്റി പറഞ്ഞത്, കംഫേർട്ട് സോൺ ഈസ് യുവർ എനിമി. കംഫേർട്ട് സോണാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ക്ലിയർ ഗോൾസ്, ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്, ഡോണ്ട് ഓവർ കോംപ്ലിക്കേറ്റ്, റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കാൻ വേണ്ടി പറയുന്നു. തിങ്ക് ലോങ് ടേം എന്ന് പറയുന്നു. നോ ഗുഡ് നോ ബാഡ്. ഒരു കാര്യം അധികം നല്ലതുമല്ല അധികം മോശവുമല്ല എന്ന് പറയുന്നു. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു മനോഹരമായ സ്റ്റോറി. ഒരു ഫാർമർ ഉണ്ടായിരുന്നു, അയാൾക്കൊരു കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു, ഓ നിങ്ങളെന്ത് ഭാഗ്യവാൻ, നിങ്ങൾക്ക് നല്ല മനോഹരമായൊരു കുതിരയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, മേ ബി ഞാൻ ഭാഗ്യവാനായിരിക്കാം, മേ ബി. അപ്പോൾ പിന്നീട് പിന്നെ നാട്ടുകാർ ആ കുതിര ഓടിപ്പോയി. ഒരു ദിവസം ആ കുതിരയെ കാണാനില്ല. പറഞ്ഞു, ഓ കഷ്ടം, നിങ്ങളെ കുതിര പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ പ്രതികരിച്ചത്, മേ ബി അത് പോയത് നല്ലതാകാം മോശമാകാം.
അത് കഴിഞ്ഞാൽ കുതിര ഒരു 10 കുതിരേനെയും കൂടി കൂട്ടിയിട്ട് തിരിച്ചു വന്നു. അപ്പോഴും നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭാഗ്യവാൻ, 10 കുതിരേനെയും കൂട്ടിയിട്ടല്ലേ അത് വന്നത്. അപ്പോഴും അയാൾ റിപ്ലൈ കൊടുത്തത് മേ ബി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ഇയാളുടെ മകൻ ആ കുതിരേൻ്റെ മുകളിൽ കയറിയപ്പോൾ അതിൻ്റെ അന്ന് വീണു. അപ്പോൾ കൈയൊക്കെ ഫ്രാക്ചറായി. അപ്പോൾ അന്നേരം നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ആ കുതിര എന്ത് സാധനം, നിങ്ങളുടെ മകൻ ആക്സിഡൻറ്റ് ഇതായില്ലേ, പരിക്ക് പറ്റിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അയാൾ പറഞ്ഞു മേ ബി എന്ന് പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ ആ നാട്ടിൽ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാളക്കാർ കുറച്ച് ആൾക്കാരാണ് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ആ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ മകനെ എടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൈ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ വന്നിട്ട് നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങളുടെ മകനെ അവർ എടുത്തില്ലല്ലോ, കമ്പൽസറി റിക്രൂട്ട്മെൻറ്റിലേക്ക് പോയില്ലേ. അപ്പോഴും അയാൾ പറഞ്ഞു മേ ബി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഓവറായിട്ടൊന്നിനെയും ഇത് ചെയ്യാനും പാടില്ല, ബാഡാണെന്ന് ചിന്തിക്കാനും പാടില്ല. ഭയങ്കര സംഭവമാണ്, ഏറ്റവും മനോഹര ഗുഡാണെന്ന് ചിന്തിക്കാൻ പാടില്ല. രണ്ടിൻ്റെയും മീഡിയത്തിൽ നമ്മൾ സന്തോഷമുണ്ടാകും, ഓവറും ദുഃഖമുണ്ടാകുമ്പോൾ ഓവറായിട്ട് ദുഃഖിക്കേണ്ടിയും ആവശ്യമില്ല എന്ന് നമ്മളോട് പറയുന്നു. സെൽഫ് ഡിസിപ്ലിനെ പറ്റിയിട്ടുള്ള പ്രാധാന്യം ഒക്കെ നമ്മൾ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ, ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ, ഡു ഇറ്റ് നൗ എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഇതിൽ പറയുന്നുണ്ട്. വർക്ക് ഓൺ ദ റൈറ്റ് തിങ്സ്, കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി. ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. നമ്മളങ്ങനെയാണ് അല്ലേ, നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് മാറ്റി മാറ്റി വെക്കുന്നവരാണ്. നമ്മൾ അത്രയ്ക്ക് പെർഫെക്ഷൻ അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ചെയ്യുക. നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിലൊരുപാട് ഇതുണ്ടാകാം. പക്ഷേ ഞാനിതെല്ലാം പെർഫെക്റ്റായിട്ട് കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോ എടുക്കുമെന്ന് തീരുമാനിച്ച് ഞാൻ അതൊരിക്കലും ചെയ്യില്ല. വാബി സാബി പോലുള്ള കൺസെപ്റ്റുകൾ നമ്മളോട് പറയുന്നത് ഇംപെർഫെക്ഷനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ് നമ്മളോട് പറയുന്നത്. കാരണം പെർഫെക്ഷനിസ്റ്റ് പെർഫെക്ഷൻ എപ്പോഴും പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഇതാണെന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ നമ്മൾ കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പോയിന്റ്. ഡെയിലി റൊട്ടീൻസിനെ പറ്റി പറയുന്നുണ്ട്. ലേൺ ടു സേ നോ. അതെ, ചില കാര്യങ്ങൾ നമ്മൾ നോ പറയാൻ വേണ്ടി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ നോ എന്നും പറയണം എന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഡോണ്ട് വർക്ക് 24/7, 24 മണിക്കൂറും പണിയെടുക്കേണ്ടതില്ല എന്ന് ഈ പുസ്തകം നമ്മളോട് പറയുന്നു. അതേപോലെ തന്നെ ഇതിൽ രണ്ടാമത്തെ ഭാഗം മൈൻഡ് സെറ്റാണ് ആദ്യം പറയുന്നതെങ്കിൽ, പാർട്ട് 2 പറയുന്നത് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. അതിൽ 80-20 റൂളിനെ പറ്റി പറയുന്നുണ്ട്. ഇനി 20 പ്രൊഡക്ടിവിറ്റി ടിപ്സ് ഐ വിഷ് ഐ ഹാഡ് നോ ഏർലിയർ. അതായത് ഒരു 20 പ്രൊഡക്ടിവിറ്റി ടിപ്സിനെ പറ്റി പറയുന്നുണ്ട്. 80-20 റൂളിനെ പറ്റി പറയുന്നുണ്ട്. പാർക്കിൻസൺസ് ലോനെ പറ്റി പറയുന്നുണ്ട്. ജാപ്പാനീസ് ടെക്നിക്ക് ഇക്കിഗായി, അതേപോലെ തന്നെ കൈസൺ, അതുപോലുള്ള വാബി സാബി പോലുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നു. ഉറങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മളെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതിനെ പറ്റിയിട്ട്, ഇന്നത്തെ കാര്യം ജേർണലൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നു. ഇനി 10 ടൈനി ഹാബിറ്റ്സ് ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അത് പ്രധാനമായും മൂവ് യുവർ ബോഡി, എക്സസൈസിനെ പറ്റി പറയുന്നു. യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മൾ എന്ന് നമ്മളോട് പറയുന്നു. ഹാവ് എ പർപ്പസ്. ജീവിതത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകണം എന്ന് പറയുന്നു. ഡ്രിങ്ക് മോർ വാട്ടർ. അതേപോലെ തന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ യു ലവ്. അതേപോലെ തന്നെ ടേക്ക് റിസ്ക്സ്. ഡോണ്ട് ഓവർലോഡ് യുവർ സെൽഫ്സ്. നോട്ട് മൾട്ടി ടാസ്കിങ്. eliminating all distractions. having a sense of urgency. ഇനി പൊമോഡോറോ ടെക്നിക്സിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ 5 minutes റൂളിനെ പറ്റി പറയുന്നത്. 2 days റൂൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 days റൂൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഒരു ട്രാവലിങ്ങിൻ്റെ ആവശ്യത്തിന് ഒരു ദിവസം ഞാൻ എക്സസൈസ് ഒഴിവാക്കി, കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത സമയം. പക്ഷെ ഞാനത് ഒരു കാര്യം ഞാൻ 2 ദിവസം നെക്സ്റ്റ് ഡേയും ഞാൻ ആ സെയിം സംഭവം ഞാൻ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ, അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ കുറേ ദിവസത്തേക്ക് ചെയ്യൂല എന്ന് ഈ പുസ്തകം നമ്മൾ ഓർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിരന്തരം എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എസ്കേപ്പ് ചെയ്താലും 2ാമത്തെ ദിവസമെങ്കിലും നിങ്ങളത് ചെയ്യണം എന്ന് നിങ്ങളെ ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ദിവസവും നിങ്ങൾ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സസൈസ് ചെയ്യണം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നിങ്ങളത് ചെയ്യൂല എന്ന് പറയുന്നത്. അപ്പോൾ 2 days റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായൊരു പുസ്തകമാണ്, വളരെ ചെറിയൊരു പുസ്തകമാണ്. അപ്പോൾ തീർച്ചയായും പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കണം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.